കഴിഞ്ഞൊരു വീഡിയോയിലൂടെ നമ്മളെന്താ ഓരോ കളറിങ്ങിനെ പറ്റി പഠിച്ചു. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലേബൽ ആൻഡ് ഫോർമാറ്റിങ്ങിനെ പറ്റിയാണ്. ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലേബൽ ബോക്സ് കാണാൻ പറ്റും. നമ്മുടെ ഈ ഗ്രാഫിൽ എത്രത്തോളം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അത്ര സിമ്പിളി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെ ഒരു ലേബൽ ഉപയോഗിച്ച് നമുക്കൊരു സിമ്പിളി ഐഡൻറ്റിഫൈ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാണാം ഓരോ റീജിയൻ വൈസിൽ സൂസൻ അങ്ങനെ നോക്കുമ്പോൾ ഒരു 3000+ സെയിൽസ് നടത്തി. സ്മിത്ത് ഒരു 2Kയുടെ അടിയിൽ ഒരു സെയിൽസ് നടത്തി. ഒരു എക്സാക്റ്റ് വാല്യൂ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒരു എക്സാക്റ്റ് വാല്യൂ നമുക്ക് ഇങ്ങനെ ലേബൽ ചെയ്തെടുക്കാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ലേബൽ ചെയ്യേണ്ടത് ടോട്ടൽ വാല്യൂസ് അല്ല നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത ടോട്ടൽ സെയിൽസിന് നമുക്ക് ലേബലിലേക്ക് കൊടുത്തിടുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിറ്റ ഓരോ സെയിൽസിന് നമുക്ക് ലേബൽ ചെയ്തോടെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ലേബൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ എന്തൊക്കെയാണ് ഇതേപോലെ നമുക്ക് ലേബൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റേറ്റീവിനെ ഓടുന്ന ലേബൽ വേണം എന്തിടാം. ഓരോ റെപ്രസെൻറ്റേറ്റീവിൻ്റെ നെയിം നമുക്കിവിടെ ലേബൽ ചെയ്തിടാം. അതേപോലെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീജിയൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ലേബൽ ചെയ്താൻ പറ്റും. അപ്പോൾ മാത്ത് സെൻട്രൽ റീജിയൻ 3000+ നമുക്ക് സെയിൽ നടന്നു. നിക്ക് ഈസ്റ്റിൽ 500+ സെയിൽസ് ആണ്. അങ്ങനെ നമുക്ക് സിംപ്ലി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഇൻ കേസ് ഇവിടെ നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്ക് റെപ്രസെൻറ്റേറ്റീവിൻ്റെ നെയിം ഓൾറെഡി നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റീജിയൻ നമ്മളിവിടെ മേലെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെപ്രസെൻറ്റേറ്റീവിനും റീജിയനും നമുക്ക് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മളിവിടെ ഫീൽഡ്സ് ഇവിടെ എൻ്റർ ചെയ്താണ്. റീജിയൻ ഏതൊക്കെയാണ് ഫീൽഡ്സ് എന്നൊക്കെയുള്ള നമ്മളിവിടെ ഓൾറെഡി എൻ്റർ ചെയ്ത് കൊടുത്തേക്കാണ്. ഓക്കെ, ഒന്നുകൂടി വലുതാക്കി കാണുമ്പോൾ നമുക്കിവിടെ ഒരു പേര് ഫില്ല് ചെയ്തിട്ട് വരും. അപ്പോൾ നമ്മൾ ഓരോന്ന് ലേബൽ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഓരോ ഫോർമാറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഫോർമാറ്റ് ചെയ്തേക്കാം. അതായത് നമ്മളെ ഒരു ഈ നൽകിയിരിക്കുന്ന ഗിവൻ ഗ്രാഫിന് നമുക്ക് ഓരോ സ്റ്റൈലിലേക്ക് ഒരേ സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ ഒരു കോമൺ സ്റ്റൈലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഫോർമാറ്റ് യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ടോട്ടൽ സെയിൽസ് ലേബൽ ചെയ്തോടെ തന്നെ ഓരോ സ്റ്റൈലും ഒരേ ഫോർമാറ്റ് നമ്മൾ കൊടുക്കാൻ പറ്റും. ടോട്ടൽ സെയിൽസിൻ്റെ കൂടെ ഏരോ മാർക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു കോളം എൻ്റർ ചെയ്ത് വന്ന് കാണാം. ഇതിലെന്തൊക്കെയാണ് ഡിഫോൾട്ടായിട്ട് ഫോണ്ട് ഉണ്ട്, അലൈൻമെൻറ്റ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ ഡിഫറെൻറ്റ് ഫോണ്ടിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ടാബിൾ, ബോൾഡ്, അങ്ങനെ കുറേ ഫോണ്ടിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ ഗിവൺ ഗ്രാഫിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കാണാൻ പറ്റും. ഇതിനനുസരിച്ച് നമുക്ക് ഒരു 12 നമുക്കൊരു ഫിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നമുക്കൊരു 12 എന്നുള്ള രീതിയിൽ ബോണ്ടിൻ്റെ സൈസ് നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് നമ്മൾ 12 നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു. കളർ നമുക്കിവിടെ ബ്ലാക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഓരോരോ ഫോർമാറ്റിംഗ് ഒരേ ലെവലിലേക്ക് നമ്മൾ ചെയ്ത് പഠിച്ചു. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഈ കാൽക്കുലേഷൻ ആക്സസിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ സെയിം ഒരേ ഫോർമാറ്റ് നമ്മൾ ചെയ്യാൻ പോകണം. ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയും കാണാം ഫോർമാറ്റ് എന്നുള്ളതാണ്. ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തു. ഇതേപോലെ ടേബിൾ ബോൾഡ് നമ്മൾ കൊടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ആക്സിസിലാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആക്സിസിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ടേബിൾ ബോൾഡ് കൊടുത്തു. അപ്പോൾ തന്നെ നമുക്കിവിടെ ആക്സിസിൽ ഇവിടെ ചേഞ്ചസ് കാണാൻ പറ്റും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ 12 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോണ്ട് സൈസ് നമ്മൾ 12 കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാം ഇതും നമ്മുടെ ചേഞ്ച് ആയി. നെക്സ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ളത് നമുക്കിവിടെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ നെയിമിന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഫീൽഡിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് കൊടുത്തു, ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തു, ബോൾഡിലേക്ക് കൊടുത്തു, സൈസ് എത്ര 12 ചേഞ്ച് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഫീൽഡ് തികയാത്തതാണ്. നമ്മൾ ഗ്രാഫ് ഒന്നും കൂടി വലുതാക്കി. അപ്പോൾ നമ്മുടെ ഇവിടെ പേരും എല്ലാം കറക്റ്റ് ഫില്ലിങ്ങിൽ കൊടുത്തു. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ സെൻട്രലിൻ്റെ ഓരോ റീജിയനിക്കും ഈ സെയിം ഒരു ഫോർമാറ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിനെന്താ റീജിയനിൽ ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് കൊടുത്തു, ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തു, ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എല്ലാം നമ്മൾ ഒരേ ഫോർമാറ്റിലേക്ക് കൊടുക്കും. ഇനി മോഡിഫിക്കേഷൻ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം നമ്മൾ ഓരോ വാല്യൂസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തത്. ഓക്കെ,